ലണ്ടനിലെ സെൻട്രൽ സെന്റ് മാർട്ടിൻ യൂണിവേഴ്സിറ്റിയിലെ MA പെർഫോമൻസ് ഡിസൈൻ ആൻഡ് പ്രാക്ടീസ് വിദ്യാർത്ഥികളാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടക പരിശീലനത്തിനായി എത്തിയിരിക്കുന്നത്. ഇറ്റാലിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ കാർലോ കൊളോഡി എഴുതിയ പിനാക്കിയോ എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്ത്യൻ സംസ്കാരവുമായി ഇടകലർത്തിയാണ് അവതരിപ്പിക്കുന്നത്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികളും ഒരുമിച്ച് ചിട്ടപ്പെടുത്തിയ നാടകത്തിൻ്റെ പണിപ്പുരയിലാണ് ഏവരും. ഗെപ്പെറ്റോ എന്ന മരപ്പണിക്കാരൻ കുട്ടികളില്ലാത്ത ദുഃഖം മൂലം ഒരു മരക്കഷ്ണത്തിൽ കൊത്തിയെടുത്ത കുട്ടിയുടെ രൂപമാണ് പിനാക്കിയോ. ആ മരപ്പാവയ്ക്ക് ജീവൻ വയ്ക്കുകയും പിനാക്കിയോ കാട്ടുന്ന കുസൃതികളുമാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. കള്ളം പറയുമ്പോൾ നീണ്ടുപോകുന്ന മൂക്കാണ് പിനാക്കിയോയ്ക്കുള്ളത്. വികൃതി കാട്ടി നടക്കുന്ന പിനാക്കിയോ നിരവധി ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിൻ്റെ അർത്ഥം പഠിക്കുകയാണ്. പ്രശസ്ത ഇറ്റാലിയൻ നാടക സംവിധായകനായ ആൻഡ്രൂ കുസ്മാനാണ് വിദ്യാർത്ഥികൾക്ക് നാടകം പരിശീലിപ്പിക്കുന്നത്. ഇസഡോറ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മൾട്ടിമീഡിയ പ്രൊജക്ഷനും നാടകത്തിൽ ഉപയോഗിക്കുന്നു. കേരളീയ കലയായ പാവക്കൂത്ത് രൂപത്തിലാണ് നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നാടക പരിശീലനത്തിൻ്റെ ആവേശത്തിലാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ. We are from Central St Martin's, University of the Arts London, and we're doing a devised production directed by Andrea Cosumano. We're doing this at the University of Calicut, Dr. John Matai, and what you can see behind us is a rehearsal for one of the scenes, and you can see some of the characters and the set as well behind us. It was all made by us, and we are creating the show with the students from the University School of Drama. പിനാക്കിയോ കുസൃതി കാട്ടി നടന്ന് മായിക ലോകത്തെ എത്തുകയും അവിടുത്തെ മായാജാലക്കാർ പിനാക്കിയോയെ കഴുതയാക്കി മാറ്റി പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന രംഗങ്ങളാണ് പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും സംഭവബഹുലമായ ഒട്ടനവധി രംഗങ്ങളാണ് പരിശീലിക്കാനുള്ളത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ നാടകം മെയ് 23, 24 തീയതികളിൽ ഇരിങ്ങാലക്കുട ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വരുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ നാടകം പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് 30ഓളം വരുന്ന സ്വദേശി വിദേശി നാടക സംഘം.